ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചക്ക ഹൽവ തയ്യാറാക്കാം. ചക്കപ്പഴം ഇതുപോലെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം പോലും വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. നമുക്ക് ചക്കപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഹൽവ തയ്യാറാക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അതിലേക്ക് ഒരു 3 സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഇടാം. 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇതിലെ ജലാംശമെല്ലാം വറ്റി നല്ല രീതിയിൽ തിക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിലേക്ക് ശർക്കര പാനി ഒഴിക്കുമ്പോൾ നമുക്ക് കുറേ നേരം ഇത് ഇങ്ങനെ വരട്ടേണ്ടതായിട്ടുണ്ട്. സമയമില്ലാത്തവർക്ക് ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഇത് കുറുക്കിയെടുക്കണം. ഇത് വറ്റി വരണം. ഈ ശർക്കരപ്പാനിയെല്ലാം ഈ ചക്കയിൽ കിടന്ന് ഇതുപോലെ നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. തീയുടെ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കണം. എങ്കിലേ പെട്ടെന്ന് നമുക്കിത് നല്ല കുറുകി വരികയുള്ളൂ. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുറേ സമയം കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൈമില്ലാത്തവർക്ക് ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം നെയ്യോ വെളിച്ചെണ്ണയോ, നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ഒഴിച്ചും ഇത് തയ്യാറാക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ച് പിന്നും നമ്മളിത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഇത് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി നേരത്തെ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ച് ഇനിയും നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കൂട്ടി തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം നമുക്കിതിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരേ കണക്കിന് തിക്കായി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ബദാമും കാഷ്യൂനട്ടും അതോടെ ഏലക്കാപ്പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ ചേർത്ത് ഇതിനെയും നല്ലതുപോലെ കുറുക്കണം. ഇത് വറ്റി വരണം. ഇടയ്ക്കൊക്കെ നെയ്യും ഒഴിച്ചു കൊടുക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കിച്ചാൽ പെട്ടെന്നാവില്ല. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയം നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് ടൈമില്ലാത്തവർ ശർക്കരപ്പാനിക്ക് പകരം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് തയ്യാറാവും.
ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതുപോലെ ആ നെയ്യൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇതാണ് ഈ അലുവയുടെ പരുവം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശമായി. ഇനി നമുക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചേക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രം ഇതിന് വേണ്ടി നമുക്ക് നെയ്യ് തടവി വെച്ചേക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്കിതെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല ഉറച്ചിരിക്കും. അതങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മാമ്പഴ ഹൽവ തയ്യാറായി. വളരെ എളുപ്പത്തിൽ നമുക്കിത് കുറഞ്ഞ ചേരുവകളുണ്ട് വീട്ടിൽ തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങളും മാമ്പഴ ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം.